നമസ്കാരം. മല്ലു ഫുട്ബോളിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ രണ്ട് പ്രധാനപ്പെട്ട മത്സരങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കോണ്ടന്റ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. ബാഴ്സലോണയുടെ മറ്റൊരു പരാജയമാണ് നമ്മളിന്ന് കണ്ടത്. ലലീഗയിൽ നടന്ന മത്സരത്തിൽ ലോസ് പാൽമസിനെതിരെ 2-1 ബാഴ്സ പരാജയപ്പെട്ടത്. എക്സ്ട്രീം ആയിട്ടുള്ള പെർഫോമൻസ് ആണ് ബാഴ്സ സൈഡിൽ നിന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് റയലിനെ അവർ 4-0 തോൽപ്പിക്കുന്നു. ചാമ്പ്യൻസ് ലീഗിൽ വെച്ച് ബയൺ മ്യൂണിച്ചിനെ 4-1 പരാജയപ്പെടുന്നു. അങ്ങനെ ഒരു ഡിഫറെന്റ് ബാഴ്സ സൈഡിനെ നമ്മൾ കണ്ടു. അപ്പൊ ഞാൻ വിചാരിച്ചു ഈ ഒരു സീസണിൽ ബാഴ്സ കത്തിക്കയറാൻ പോവുകയാണ്. അതുപോലെ എനർജറ്റിക് ആയിട്ടുള്ള പെർഫോമൻസുകളാണ് ബാഴ്സ സൈഡിൽ നിന്ന് വന്നുകൊണ്ടിരുന്നത്. പക്ഷേ സെയിം ബാഴ്സ ടീം മൊണോക്കോക്കെതിരെ പരാജയപ്പെടുന്നു. ഇന്ന് ലോസ് പാൽമസിനെതിരെ 2-1 പരാജയം. ഇങ്ങനെ എക്സ്ട്രീം കേസസ് ബാഴ്സയുടെ സൈഡിൽ നിന്ന് നമ്മൾ കാണുന്നുണ്ട്. ഇപ്പൊ ഹാൻസി ഫ്ലിക്ക് വന്നതിന് ശേഷം റഫീഞ്ഞയുടെ പെർഫോമൻസ് നമ്മൾ ഒബ്സർവ് ചെയ്തതാണ്. വിങ്ങർ എന്ന രീതിയിൽ അല്ലെങ്കിൽ ക്യാപ്റ്റൻ എന്ന രീതിയിലും നല്ല ഇമ്പാക്ട്ഫുൾ പെർഫോമൻസ് കൊണ്ടുവരാൻ റഫീഞ്ഞക്ക് കഴിഞ്ഞു എന്നുള്ളത് പെർഫെക്റ്റ് ആയിട്ടുള്ള സെനാരിയോ ആണ്. ലെവൻഡോസ്കി ചിപ്പിൻ ചെയ്യുന്നു. എനിക്ക് തോന്നുന്നു പെഡ്രി ഗാവിയുടെ ആ ഒരു പെർഫെക്റ്റ് മിഡ്ഫീൽഡ്, ഡിഫൻസിൽ വീക്ക്നെസ് ഒന്നുമില്ല. പക്ഷേ ഇങ്ങനെയുള്ള ബാഴ്സ ടീം ഇൻകൺസിസ്റ്റന്റ് ആയിട്ട് കളിക്കുന്നതാണ് ഇന്ന് നമ്മൾ കണ്ടത്. ഇന്നത്തെ സ്റ്റാറ്റൊക്കെ നോക്കിക്കഴിഞ്ഞാൽ 27ഓളം ചാൻസുകളാണ് ബാഴ്സ ക്രിയേറ്റ് ചെയ്തത്. 8 ഷോട്ടുകൾ ടാർഗറ്റിലേക്ക് എത്തി. പൊസിഷന്റെ 71% ബാഴ്സയുടെ കയ്യിലായിരുന്നു. എന്നിട്ട് പോലും 2 ഗോൾ അടിക്കാൻ ബാഴ്സക്ക് കഴിഞ്ഞില്ല എന്ന് പറയുമ്പോൾ വളരെ വളരെ ഡിസപ്പോയിന്റിംഗ് ആയിട്ടുള്ള ഒരു ഒഫൻസീവ് പെർഫോമൻസ് ആണ്. നമ്മൾ ലോസ് പാൽമസിന് ക്രെഡിറ്റ് കൊടുത്തേ മതിയാവും. ഡിഫെൻസീവിലി ഒരു മാസ്റ്റർ ക്ലാസ് പെർഫോമൻസ് ആണ് അവർ കൊണ്ടുവന്നത്. ഒരുപാട് പൊസിഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല, പക്ഷേ കിട്ടിയ ചാൻസുകൾ ക്ലിനിക്കലായിട്ട് ഫിനിഷ് ചെയ്യാൻ ലോസ് പാൽമസിന് കഴിഞ്ഞു എന്ന് പറയുന്നത് എടുത്തു പറയേണ്ട കാര്യമാണ്. ഫസ്റ്റ് ഹാഫിൽ റഫീഞ്ഞക്ക് ചാൻസ് ഉണ്ടായിരുന്നു, ലെവൻഡോസ്കിക്ക് ചാൻസ് ഉണ്ടായിരുന്നു. 1-2 ഹാഫ് ചാൻസുകളൊക്കെ വളരെ ഈസി ആയിട്ട് ബാഴ്സ മിസ് ചെയ്തു. അവർ ഓഫ് സൈഡ് സ്കോറിംഗ് ഒക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ റിവേർട്ട് ചെയ്തു. ലോസ് പാൽമസിന്റെ സൈഡിൽ നിന്ന് കൂടുതൽ ഓപ്പർച്യൂണിറ്റി ഒന്നും വന്നിട്ടില്ല. അങ്ങനെ 0-0 എന്ന നിലയിൽ ഫസ്റ്റ് ഹാഫ് മുമ്പോട്ട് പോയി. സെക്കൻഡ് ഹാഫിന്റെ 5 മിനിറ്റിൽ തന്നെ എനിക്ക് തോന്നുന്നു ബാഴ്സയെ ഞെട്ടിച്ചുകൊണ്ട് ആ ഡിഫൻസിനെ ഓപ്പൺ ആക്കിക്കൊണ്ടാണ് ലോസ് പാൽമസ് സ്കോർ ചെയ്യുന്നത്. അതിന്റെ സെറ്റപ്പ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. 3-4 പാസുകൾ കൊണ്ടാണ് അവർ സ്കോർ ചെയ്യുന്നത്. ഇപ്പോൾ ലോസ് പാൽമസിന്റെ ബോക്സിൽ നിന്ന് ഒരു ബിൽഡപ്പ് സ്റ്റാർട്ട് ചെയ്യാണ്. മിഡ്ഫീൽഡിലേക്ക് ഒരു ഡയറക്റ്റ് ബോൾ, മിഡ്ഫീൽഡർ ഒരു ഡയറക്റ്റ് ടച്ച് എടുക്കുന്നു, ആ ബോൾ ഫോർവേഡിലേക്ക് പാസ് ചെയ്യുന്നു. പുള്ളി റൈറ്റ് സൈഡിലുള്ള സാൻഡ്രോയിലേക്ക് പാസ് എത്തിക്കുന്നു. സാൻഡ്രോ ഒരു 1 ടച്ച് എടുത്ത് ബോക്സിലേക്ക് എത്തിക്കുന്നു. അങ്ങനെ 3-4 പാസുകൾ കൊണ്ട് ഡിഫൻസിനെ റിപ്പ് ഓപ്പൺ ചെയ്ത് ലോസ് പാൽമസ് അടിക്കുകയാണ്. ബ്രില്യൻ ഗോളായിരുന്നു, ഒന്നും പറയാനില്ല. എക്സ് ബാഴ്സ പ്ലെയർ ആയിട്ടുള്ള സാൻഡ്രോയുടെ ഒരു മികച്ച ഫിനിഷിംഗ് കൂടി വന്നതോടെ ബാഴ്സ ഞെട്ടിപ്പോയിട്ടുള്ള ഒരു ഗോൾ തന്നെയായിരുന്നു. അവർ ശക്തമായി തിരിച്ചു വന്നു. 61ാമത്തെ മിനിറ്റിൽ റഫീഞ്ഞയുടെ ഒരു ഇൻഡിവിജ്വലി ബ്രില്യൻ്റ് ആയിട്ടുള്ള ഗോൾ വരുന്നു. പുള്ളി ബോക്സിലേക്ക് കയറി 2 പേരെ ഡ്രിബിൾ ചെയ്ത് ഒരു ബ്രില്യൻ്റ് ആയിട്ടുള്ള ഷോട്ട് റൈറ്റ് ഹാൻഡ് സൈഡ് കോർണറിലേക്ക് അടിക്കുന്നു. അങ്ങനെ 1-1 2 ടീമുകളും ഒപ്പത്തിനൊപ്പം എത്തി. പിന്നീട് 1-2 ഹാഫ് ചാൻസുകളൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ റഫീഞ്ഞയുടെ ഒരു ഷോട്ട് ക്രോസ് ബാർ തട്ടി പുറത്തേക്ക് പോയി. അങ്ങനെ മുമ്പോട്ട് പോയി. അപ്പോഴാണ് അടുത്ത കൗണ്ടർ വരുന്നത്. ഫാബിയോ സിൽവയുടെ ഒരു ബ്രില്യൻ്റ് ആയിട്ടുള്ള റൺ. പുള്ളിയുടെ ആദ്യത്തെ ടച്ചൊക്കെ അടിപൊളിയായിരുന്നു. അത് പുള്ളി ഒരു 1 ടച്ച് എടുക്കുന്നു, ഒരു ഗ്രൗണ്ട് ഷോട്ട് കൃത്യമായിട്ട് പ്ലേസ് ചെയ്തുകൊണ്ട് അടിക്കുന്നു. ഗോൾ കീപ്പർക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ 2-1 ലീഡിലേക്ക് 67ാമത്തെ മിനിറ്റിൽ ലോസ് പാൽമസ് എത്തുകയാണ്. പിന്നീട് ബാഴ്സ കളിയിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി ശ്രമിക്കുന്നു. 1-2 ചാൻസുകളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ അത് ഫിനിഷ് ചെയ്യാൻ ലോസ് പാൽമസ് സൈഡ് അനുവദിച്ചില്ല. അവര് കളിയിൽ പിടിച്ചു നിന്നു. കളി അവസാനിക്കുമ്പോൾ 2-1 ലോസ് പാൽമസ് വിജയിക്കുകയും ചെയ്തു. എനിക്ക് തോന്നുന്നു ഹാൻസി ഫ്ലിക്കിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഡിസപ്പോയിന്റിംഗ് ആയിട്ടുള്ള റിസൾട്ടാണ്. കാരണം ലലീഗയിലെ ടേബിൾ നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും. നല്ല ലീഡ് ഉണ്ടായിരുന്ന ബാഴ്സ ഇപ്പോൾ പതുക്കെ ലീഡ് കൈവിട്ടു പോകുന്ന സിറ്റുവേഷനാണ്. അടുത്ത മത്സരത്തിൽ റയൽ വിജയിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ഗ്യാപ്പ് കയ്യിൽ നിന്ന് പോകുന്ന കാര്യത്തിൽ ഒരു സംശയവും ഇല്ല. ഇത് കല ഒടുക്കാന്നൊക്കെ പറയുന്ന കേട്ടിട്ടേ ഉള്ളൂ. ബാഴ്സ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മറ്റൊരു മത്സരത്തിൽ ആർസണൽ 5-2 ഇന്ന് വെസ്റ്റ് ഹാമിനെ പരാജയപ്പെടുത്തിയത്. ആർസണൽ EPL ടേബിളിലേക്ക് തിരിച്ചു വരേണ്ടത് വളരെ വളരെ അത്യാവശ്യമാണ്. അവർ സ്പോർട്ടിങ്ങിനെതിരെ ഒരു അടിപൊളി വിക്ടറി സ്വന്തമാക്കി. ഇന്ന് വെസ്റ്റ് ഹാമിനെ അടിച്ച് തകർത്തു എന്ന് പറഞ്ഞാൽ മതി. എനിക്ക് തോന്നുന്നു 5 ഡിഫറെന്റ് ഗോൾ സ്കോറേഴ്സ് ആണ് ആർസണൽ സൈഡ് നമ്മൾ കണ്ടത്. സാക്ക ഉണ്ടായിരുന്നു, ഓഡിഗാർഡ് ഉണ്ടായിരുന്നു,
ട്രൊസാർഡ് ഉണ്ടായിരുന്നു. ഇങ്ങനെ ഒരു കോമ്പിനേഷൻ ഓഫ് ഗോൾസ് ഒഫൻസ് നിന്ന് വന്നു. ഗബ്രിയലിന്റെ സെറ്റ് പീസ് ഹെഡർ കൂടി വന്നതോടെ എല്ലാ ലൈനും പൂർത്തിയായി എന്ന് പറയേണ്ടി വരും. എനിക്ക് തോന്നുന്നു ആർസനലിന്റെ സെറ്റ് പീസ് കോച്ചിനെ ഒന്ന് നോക്കി വെക്കേണ്ടി വരും. ഗബ്രിയലിന്റെ ഫിനിഷിംഗ് എന്ന് പറയുന്നത് ബ്രില്യൻ്റ് ആയിട്ട് തുടരുകയാണ്. ഇന്നത്തെ മത്സരത്തിൽ ഒരു അടിപൊളി ബോൾ വന്നു. പുള്ളിയുടെ റണ്ണും ആ ഒരു കൃത്യമായിട്ടുള്ള ഫിനിഷിംഗ് ഒക്കെ ആർസനലിനെ ഹെൽപ്പ് ചെയ്തു എന്ന് പറയേണ്ടി വരും. പിന്നെ സാക്കയുടെ പെർഫോമൻസ് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. പുള്ളി ഒരു പ്ലേ മേക്കർ എന്ന രീതിയിലും ഗോൾ സ്കോറർ എന്ന രീതിയിലും മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഒരു പെനാൽറ്റി വിൻ ചെയ്തു, അസിസ്റ്റ് കൊടുത്തു, സ്കോർ ചെയ്തു. അങ്ങനെ ഒരു മികച്ച ഓൾറൗണ്ടറായിട്ട് സാക്ക മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മിഡ്ഫീൽഡിൽ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ പാറ്റെ ഇഞ്ചുറി ന്യൂസ് വന്നിട്ടുണ്ട്. എന്താണ് പ്രശ്നം എന്ന് അനലൈസ് ചെയ്യേണ്ട സിറ്റുവേഷനാണ്. മിഡ്ഫീൽഡിൽ എനിക്ക് തോന്നുന്നു പാർട്ടിയുടെ അഭാവം ഒരു പ്രശ്നത്തിലേക്ക് പോകാനുള്ള ഒരു ചാൻസ് കാണുന്നുണ്ട്. ഡിഫെൻസീവ്ലി സോളിഡ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആണ്. പക്ഷേ കാലഫിയയുടെ സൈഡിൽ നിന്ന് ചെറിയൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അതിലൂടെയാണ് എനിക്ക് തോന്നുന്നു വെസ്റ്റ് ഹാം സ്കോർ ചെയ്യുന്നത്. 1-2 ഹാഫ് ചാൻസുകളൊക്കെ സെക്കൻഡ് ഹാഫിൽ വെസ്റ്റ് ഹാം കിട്ടി. പക്ഷേ ആർസനൽ കളിയിൽ ഡോമിനേറ്റ് ചെയ്തിട്ടുള്ള ഒരു പെർഫോമൻസ് ആണ് ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ഫോർ നൗ.